മുഹമ്മദുമാര്, അഹമ്മദുമാര്, റിയാസുമാര്, നിയാസുമാര്, ഇതാ ഏതെങ്കിലും വന്യരാഷ്ട്രത്തിൽ നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ അതിരറ്റ് സ്നേഹിച്ചതിന് വേണ്ടി എല്ലാം സഹിക്കുന്ന ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മുത്തുനബിയോട് ഇങ്ങനെ ഒരു സ്നേഹം തോന്നിയിട്ടില്ലല്ലോ, ഒരു ആദരവ് തോന്നിയിട്ടില്ലല്ലോ, ആരാധന തോന്നിയിട്ടില്ലല്ലോ. മുത്തുനബിന്റെ ഫാൻസുകളില്ലല്ലോ, അർജന്റീനയുടെ ഫാൻസുകളില്ലേ, അതേ ബ്രസീലിന്റെ ഫാൻസുകളില്ലേ, മഞ്ഞപ്പടകളില്ലേ, നീലപ്പടകളില്ലേ, അതിനു വേണ്ടിയിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിക്കുന്നവരില്ലേ, അതിനുവേണ്ടി പലതും ത്യജിക്കുന്നവരില്ലേ. ഞാൻ ചോദിക്കുക, ഈ താരങ്ങളോടുള്ള സ്നേഹത്തിന്റെ 100% പോയിട്ട് 1000% നിങ്ങൾക്ക് മുത്തുനബിനോടുണ്ടോ? സിദ്ദീഖുൽ അക്ബറിനോടുണ്ടോ? എംബാപ്പയോടും അതുപോലെ തന്നെ മെസ്സിയോടും നെയ്മറോടും റൊണാൾഡോയോടൊക്കെയുള്ള സ്നേഹത്തിന്റെ 1000-1 പോലും നിങ്ങൾക്ക് മുത്തുനബിനോടുണ്ടോ? സഹാബത്തിനോടുണ്ടോ? ഈ മഹത്തുക്കളോടുണ്ടോ? അവരെ ഫാൻസാണ് ഞാനെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള മുസ്ലിമുണ്ടോ? ഒരിക്കൽ പോലും അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത, അല്ലാഹ് എന്നൊന്ന് പറയാത്ത, അല്ലാഹ് എന്നൊന്ന് വിളിക്കാത്ത, ഒരു നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യാത്ത, ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാത്ത, വിഗ്രഹങ്ങളെപ്പോലെ ആരാധിച്ചതുകൊണ്ട് ഒരു ഉപകാരവും ചെയ്യാത്ത, ആരാധിക്കാതിരുന്നത് കൊണ്ട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഇവരാരാധിക്കുന്ന ആളുകളെ, നിങ്ങൾ മുത്തുനബിനെ പറ്റി, മുത്തുനബിയോട് നിങ്ങൾക്ക് ഇതിന്റെ 10,000-1 ഒരു ആദരവുണ്ടോ? സ്നേഹമുണ്ടോ? നെഞ്ചോട് ചേർക്കുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? പിൻപറ്റുന്നുണ്ടോ? തങ്ങളെപ്പറ്റി പറയലുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കരിക്കാൻ വരുന്നുണ്ടല്ലേ, ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ, വേറെ പലതും ചെയ്യുന്നുണ്ടല്ലേ, കൂട്ടത്തിൽ ഇതുമല്ലേ. സിനിമ കാണേ, രാവായി കഴിഞ്ഞാൽ പകലായി കഴിഞ്ഞാൽ അവനവന്റെ ഫാൻസിന്റെ കളിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് കളിക്കുന്ന ചെറുപ്പക്കാരാ, നീ മക്ബറകളിൽ പോയി സിയാറത്ത് ചെയ്യുന്നുണ്ടല്ലേ, നിന്റെ മക്കളോട് നിനക്ക് താല്പര്യമുണ്ടല്ലേ. ഈ കളിയുടെ സമയത്ത് മറ്റൊരു ചിന്തയുമില്ലാതെ തകരുന്ന മുസ്ലിമേ, ജീവിതത്തിൽ നിന്റെ ഹബീബായ തങ്ങളോട് ഈ ഉള്ള സ്നേഹത്തിന്റെ 10,000-1 പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഒരു 100 സലാത്തെങ്കിലും ചൊല്ലിയിട്ട് ഇഷ്ടത്തോടുകൂടി നീ ചൊല്ലിയിട്ടുണ്ടോ? നിന്റെ താല്പര്യത്തോടുകൂടി ഒരു 10 രൂപയെങ്കിലും ആ വഴിക്ക് ചെലവഴിച്ചിട്ട്